ഹായ് ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കണോ? റെഡിയായി പുറത്തിറക്കാൻ നിൽക്കുകയാണ്. പെട്ടെന്നാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ബിക്കോസ് ഐ തോട്ട് ഐ കവർ ഇറ്റ് കൊണ്ട് ബി കാം ശാന്ത് വണ്ണൂർ ഫൺ ഡേ. കുറച്ച് നാളുകളായി നല്ല ഓട്ടമായിരുന്നു കേട്ടോ. ആൻഡ് ഇനി അങ്ങോട്ട് വരാൻ പോണ ഒരു 1 month എനിക്കും ഭയങ്കര ഹെക്ടിക്കാണ്. വർക്കിലും കുറേ പരിപാടികൾ, നമ്മുടെ സിഡ്നിയിലുള്ള വേറെ കുറേ കലാപരിപാടികളിലൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്. അപ്പോൾ ഐ തോട്ട് ദിസ് ഡേ ടുഡേ ഇറ്റ്സ് ലൈക്ക് എ പബ്ലിക് ഹോളിഡേ ആൻഡ് സാക്ക് ഡേ ആയിട്ട് നമുക്കൊരു പബ്ലിക് ഹോളിഡേ കിട്ടി. ആൻഡ് ഇറ്റ് കെയിം അറ്റ് ദ റൈറ്റ് ടൈം ബിക്കോസ് ഭയങ്കര ഓട്ടം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റിയ ഒരു ദിവസം മാതിരി തോന്നി കേട്ടോ. അപ്പോൾ വി ജസ്റ്റ് തോട്ട് വിൽ ടേക്ക് ദ കിഡ്സ് ഔട്ട്, ഫാമിലി ഡേ ഔട്ട് ടുഡേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. നമ്മൾ ഓബണിലുള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് കുട്ടികളെ കൊണ്ടുപോവാണ്. അപ്പോൾ വെറുതെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തേക്കാം, ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഓട്ടമിൻ്റെ കളേഴ്സൊക്കെ വന്നോ എനിക്കറിയില്ല, പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. പറഞ്ഞ മാതിരി ഓട്ടമിൻ്റെ ഫോൾ കളേഴ്സ് കാണാൻ വേണ്ടി ഓബേണിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ നമ്മൾ പോയോണ്ടിരിക്കണേ. വണ്ടിയിൽ പിള്ളേർ ഫുൾ പാട്ടും ബഹളും, അങ്ങനെ ഒരു നല്ല ഡ്രൈവാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. കുട്ടികൾക്കും കുറച്ച് ഓടി കളിക്കാം, സം ഫ്രഷ് എയർ ആൻഡ് വി ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ ഫോൾ കളേഴ്സ് ആസ് വെൽ. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓസ്ട്രേലിയയിൽ ഓട്ടം സീസണാണ് നടക്കുക. അപ്പോൾ ചില സമയത്ത് കുറച്ച് തണുപ്പ്, ചില സമയത്ത് കുറച്ച് വെയിൽ. ഇന്നിപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഡേ കിട്ടി, അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ലക്കിലി. സോ ഔട്ട്ഡോർ പരിപാടികൾക്കൊക്കെ പോകാൻ നല്ല സുഖമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 25 മിനിറ്റ്സോളം ഉണ്ട്. ഓബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബർബിലാണ് കേട്ടോ. തൽക്കാലം നമുക്ക് എന്തെങ്കിലും can I have a happy meal with the nuggets? 3 or 6 please. ക്ഷീണം 6? 3 മതിയോ? 3? ഇന്നലെ നല്ല ഓട്ടമായിരുന്നു. Yeah, apple juice. And sweet and sour sauce for the nuggets. Yeah. നേരി തമ്പരാട്ടിയോ? എന്തിനാടാ? എടാ അങ്ങനെയല്ല അമ്മണിയാ ദൂര. ചെറുതിന് പിന്നെ അവരുടെ വേ ഓർ ദ ഹൈവേ ആണ്. അതുകൊണ്ട് പിന്നെ ജമ്പറൊക്കെ മാറ്റി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇട്ടു. ഫൈനലി ഇതാ നമ്മളവിടെ എത്തിയിട്ടോ. ഇറ്റ്സ് ദ ബൊട്ടാനിക് ഗാർഡൻസ് ദാറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഓബൺ, കംബർലൻഡ് സിറ്റി കൗൺസിലിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഇതിപ്പോൾ കംബർലൻഡ് കൗൺസിലിൻ്റെ ഭാഗമാണ് ഓബണേ. അപ്പോൾ കംബർലൻഡ് കൗൺസിലിൽ ഉള്ള റെസിഡൻസിന് ഇവിടെ ഫ്രീ എൻട്രി ആണെന്നോ അങ്ങനെ എന്തോ ഉണ്ട്. പ്രൂഫ് ഓഫ് റെസിഡൻസ് കാണിച്ചാൽ നമ്മൾ ഇവിടുത്തെ റെസിഡൻസ് അല്ല, അപ്പോൾ പിന്നെ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. ബട്ട് ദിസ് ഇസ് ദ പ്ലേസ്. നല്ല വെയിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ അതല്ല നമുക്ക് പോകണ്ടേ. നമുക്ക് പോകേണ്ടത് ഇത് കൂടെ പോയി അതാണ് ഓരോ മെയിൻ എൻട്രൻസ് കേട്ടോ. Thanks for now. Yeah, this is the main entrance. നല്ല ലീഫിയാണ് കേട്ടോ. ഓബണിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കുറേ നാൾ നമ്മൾ, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു ചൈനീസ് ഗാർഡൻ സ്റ്റൈലിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കുറേ വെഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇതായിട്ട് എൻ്റെ മെയിൻ എൻട്രൻസ്. 2 പേരൻസും 2 കുട്ടികൾക്കുള്ള ടിക്കറ്റിൻ്റെ പരിപാടിയുണ്ട്. അതെടുത്താൽ നമുക്ക് ഉള്ളിൽ കയറാം. ഗാർഡൻ ബെഡ് ആണ് കൺസ്ട്രക്ഷൻ. മാപ്പൊക്കെ ഉണ്ടായിരുന്നില്ല, നോക്കട്ടെ. 5 മണിക്ക് 5 മണിക്ക് അടയ്ക്കാം. മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ ടൈം നോക്കണോ? ഓ വാവ്, അതായിട്ട് ഇവിടെ കുറേ ഫോട്ടോ സെഷനൊക്കെ നടക്കണേ. അതിന് ഭംഗിയ. ഓട്ടം തുടങ്ങിയിട്ടുള്ളൂ, ഫോൾ കളേഴ്സൊക്കെ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. നൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇങ്ങനെ കുറേ ഓട്ടം കളേഴ്സ് കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ മൗണ്ട് വിൽസണിലൊക്കെ നമ്മൾ പോയത് കാണിച്ചു തന്നിരുന്നല്ലോ. പിന്നെ ബ്ലൂ മൗണ്ടനിൽ പോയതും കാണിച്ചു തന്നിരുന്നു. ബ്ലൂ മൗണ്ടനിൽ റെയിൻ ഫോറസ്റ്റ് പോലെയാണ്. ദിസ് ഇസ് മോർ ലൈക്ക് സിറ്റിയുടെ അടുത്ത് തന്നെയാണ്. ഓബൺ നോട്ട് ടു ഫാർ സിറ്റിയിൽ നിന്ന് വളരെ ക്ലോസ് ആണ്. പക്ഷെ ഓബണിൽ നമ്മളിതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നല്ല വെതറുള്ള ദിവസം കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ വെതർ. എന്താ പണിയാവത്തില്ലേ?
It's like a waterfall. Oh wow, nice. This is so cute. ആ പിന്നെ മാതിരി എനിക്ക് ഞാൻ വെറുതെ ഇരിക്കാൻ തോന്നുന്നു. സിറ്റിയുടെയൊക്കെ കുറേ നടുക്കിൽ ഇങ്ങനെ ഒരു വാട്ടർഫാളും കുറേ ശാന്തതയും മരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം അത് അത്ര ഈസിലി അവൈലബിൾ അല്ല. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കിട്ടും. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഓബണിൽ. ഇറ്റ് വാസ് റിയലി നൈസ് ടു സീ ദാറ്റ് ഇങ്ങനത്തെ ഒരു സ്പേസ് ഇസ് ദെയർ ഇൻ ഓബൺ. അവിടുത്തെ ലോക്കൽ റെസിഡൻസ് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കുറേ ടൂറിസ്റ്റൊക്കെ വന്നിട്ട് കണ്ടിരുന്നു. എസ്പെഷ്യലി ചൈനീസ് ടൂറിസ്റ്റൊക്കെ കുറേ കണ്ടിരുന്നു. നമ്മളും പിള്ളേരൊക്കെ ആയിട്ട് കുറേ നേരം വാട്ടർഫാൾ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, വെള്ളം ഇങ്ങനെ ഒഴുകുന്നതൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ എക്സ്ട്രാ പിടിച്ച് വെക്കണമായിരുന്നു. പക്ഷെ എന്നാലും ഇറ്റ് വാസ് നൈസ് സിറ്റിംഗ് ദെയർ. ആ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. നമ്മുടെ പഴയ വീട്ടിൽ നല്ല വലിയൊരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു ഇൻ ദ ബാക്ക് യാർഡ്. അപ്പോൾ ഈ വെള്ളം വീഴുന്ന ശബ്ദം എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റിയിരുന്നു. ഇറ്റ്സ് റിയലി നൈസ്. ഇറ്റ്സ് മ്യൂസിക് ടു ദി ഇയേഴ്സ് എന്നൊക്കെ പറയില്ലേ, ഒരു പീസ് തരും നമുക്ക് ആ ഒരു ശബ്ദം. ഇപ്പോഴത്തെ നമ്മൾ പുതിയ വീട് നമ്മൾ മാറിയതിന് ശേഷം അതൊരു സെറ്റപ്പ് ചെയ്തിട്ടില്ല. ബട്ട് ഇതെനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു ദാറ്റ് വി ഹാവ് ടു ഡു സംതിങ് അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി. They're going that way. ആ ചെറുതിന് മറ്റേ വഴി കൂടെ പോകണമെന്ന്. ശാനുമണി, എനിക്ക് നമ്മൾ മറ്റേ മൗണ്ട് വിൽസൺ പോയത് ഓർമ്മയുണ്ടോ? ആ Yeah, I thought this was that place. And I was like, I think we've come here before. ആ അതെല്ലടാ. ചെറുത് കച്ചറ തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ കൈയിട്ടിട്ട് ഇപ്പം മണലിൽ കൈവാരിക്കൊണ്ടിരിക്കണം. അതിനെ പ്രാമെന്ന് ഊരിയത് ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. അതിനെ കാണാൻ വേണ്ടിയിട്ട് ഇറക്കിയത് പെട്ടുപോയി. ടോഡ്ലർ ടാൻട്രംസിനെ കുറിച്ച് ആർക്കെങ്കിലും വല്ല തീസസ് ചെയ്യേ പഠിക്കേ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്പീഷീസിനെ പിക്ക് ചെയ്യാം. ഇതായിരിക്കണം ആ സ്പീഷീസ്. അതിനവിടെ നിൽക്കണം അത്ര. എന്താ അച്ഛ ചെയ്യണേ? ആ ബാഗും ഊരുന്നില്ല. അതുകൊണ്ട് റിമൂവൽ ഓഫ് ബാംബൂ ഷൂട്ട്സ് വിൽ ഹാം ആ പ്ലാന്റ്സ് ആയിരിക്കണം, ഊരരുത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊരു ശീലമല്ലേ, ഒരു ചെറിയൊരു തൈ ഇട്ടിരുന്നെങ്കിൽ. അപ്പോൾ ഈ ബാംബൂ ഒക്കെ അവരങ്ങനെ നോക്കി സൂക്ഷിച്ച് വളർത്തുന്നതാണ്. തുടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫാണാ തോന്നണോ, എന്തൊക്കെയോ ജീവികളും ചെടികളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വന്നോളി. അതിൻ്റെ ഫോൺ ഫ്രീ ടൈമിന് അങ്ങനെ നടന്നേ വരും. നാട്ടുകാരൊക്കെ വരണടാ സൂക്ഷിച്ചിട്ട്. എന്തൊക്കെ ചെടികളറിയോ? ആ ചെടികളുടെ ഇടയിൽ നടക്കുമ്പോൾ ഐ എം ഷുവർ ദെയർ ഈസ് സംതിങ് സയൻറ്റിഫിക് റീസൺ വൈ വി ഫീൽ എ ലോട്ട് മോർ പീസ്ഫുൾ ആൻഡ് കാം. അവിടെ ഒരു സ്പൈഡറിൻ്റെ ഒരു കോബ്വെബ് ഉണ്ടായിരുന്നു, ഒന്ന് കാണാൻ കിട്ടും ക്യാമറയിൽ. ഈവൻ ദാറ്റ് ലുക്സ് പ്രിറ്റി. കണ്ട 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 കാണാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് പീസ്ഫുൾ, വെരി നൈസ്. പക്ഷേ സാക്ഷിയോടെ കിടന്ന് വാശിരിക്കുന്നുണ്ട്. വെഡിങ് ഫോട്ടോഗ്രാഫി മാത്രമല്ല കേട്ടോ, വെറുതെ ഞങ്ങൾക്കൊരു ഫാമിലി ഫോട്ടോഷൂട്ടിനും ഒക്കെ വരാൻ പറ്റിയൊരു സ്ഥലം. കുട്ടികളുടെ ഉള്ളിൽ കയറുന്ന കാണുന്ന പേടിയാണോ? ഇതൊക്കെ അച്ഛനമ്മമാർ നോക്കുന്നുണ്ട്. എന്തായി ചെറുത് ഓടാണോ? പക്ഷെ നമുക്ക് സ്ഥലം കാണിച്ചതാ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഹിയർ. ഒരു കുട്ടി ലേക്ക് പോലെ കേട്ടോ. വാട്ടർ ഇസ് നൈസ് ആൻഡ് ഗ്രീൻ. ഓട്ടമിൻ്റെ കളേഴ്സൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും കുറേ ഗ്രീനറി തന്നെയാണ് കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട് സ്ഥലം. ഫോട്ടോസിനൊക്കെ പറ്റിയതാണ്. എൻ്റെ ഫ്രണ്ട് മീര ഉണ്ടല്ലോ, അവളുടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഇവിടുന്ന് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. വെരി നൈസ്. അവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ ഓട്ടമായിരുന്നു. അപ്പോൾ കളേഴ്സ് നൈസ്, നല്ല ഫോൾ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, അവിടെ ഒരു പീക്കോക്ക് ഇരിക്കണം.
sun is peeping. എന്തായാലും ഓരോ വെതറും ഓരോ കാലം മാറുമ്പോഴും മനുഷ്യന്മാർക്ക് ഇങ്ങനെ തന്നെയാണ് തോന്നണോ, കാലം മാറും തോറും നമ്മുടെ കോലം മാറുകയാണല്ലോ. യെസ്, സോ നൈസ്. നല്ല വെതറാകുമ്പോഴാണ് ഒരു സമാധാനം. അധികം തണുപ്പായാലും പാടാ. നല്ല രസമുള്ള സ്ഥലം. ബാംബു. ആണോ സഷിമയാണോ വഴി പറഞ്ഞേ? അവിടെ കയറിയിരിക്കണ്ട്. അത് പറഞ്ഞു. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇതിന് തങ്കപ്പെന്ന് പേരിടായിരുന്നു. No, I saw a lizard here. Are you scared of lizards? Oh, എവിടെ അവൻ? ലിസഡോ? കൊങ്ങിക്ക് കയറി പിടിക്കാമല്ലോ. ഇതിന് തീരെ പേടിയില്ല. അതിന് എന്ത് പ്രേതം വന്നു എന്ന് പറഞ്ഞാലും അത് പേടിക്കില്ല. പറഞ്ഞ മാതിരി ഔട്ട്ഡോർ ഇത്രയും മരങ്ങളുടെ ഇടയിൽ ഐ തിങ്ക് ദർ ഇസ് സം സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ. ഐ തിങ്ക് ഇറ്റ്സ് ദി ഓക്സിജൻ. ഇറ്റ് കുഡ് ബി സംതിങ് ടു ഡു ദി എയർ. കുട്ടികളും ഇങ്ങനെ എൻജോയ് ചെയ്തൊക്കെ ഇരുന്നു. ഓക്കെ, തരാം. നമുക്ക് ഈ ബാംബൂൻ്റെ ഉള്ളിൽ കയറിപ്പോയി നോക്കാം. എനിക്ക് ഇങ്ങനത്തെ മരങ്ങളെന്നൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. അഗൈൻ ഒരു കല്ലും മുള്ളും ശബരിമലയ്ക്കായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ വെള്ളാണ്ടത് എന്താ അല്ലേ, ഇത് ബാംബൂ പ്രൊട്ടക്ട് ചെയ്തവരിങ്ങനെ കൺസേർവ് ചെയ്ത് നോക്കണോണ്ട് ഇത്ര ഭംഗി. അപ്പം എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ എപ്പോൾ നശിപ്പിച്ചു നോക്കിയാൽ മതി. ഓപ്പൺ എയർ തിയേറ്റർ, ഫോണ റിസർവ്, റിഫ്ലക്ഷൻ പൂൾ, റോസ് ഗാർഡൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് എൻ്റെ ഉള്ളിൽ കേട്ടോ. ഇറ്റ്സ് മാസീവ്. പക്ഷേ അവിടെ കുറേ സാധനങ്ങളുണ്ട് കാണാനൊക്കെ. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലം കേട്ടോ. സാനുവിനെ കൊണ്ടൊക്കെ ഞാൻ കുറേ ഷോർട്സൊക്കെ ഇടിപ്പിച്ചു. അവളാണ് ഇതിനൊക്കെ നിന്നേരുള്ളൂ, ചെറുതൊന്നും നിന്നിരില്ല കേട്ടോ. നല്ല ലൊക്കേഷനായിരുന്നേ. ഇപ്പം നമുക്ക് എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല. പ്രൊഫഷണൽസിൻ്റെ കയ്യിലൊക്കെ ഇത് കിട്ടിയ അടിപൊളിയാവും. സിനിമയ്ക്ക് പറ്റിയൊരു ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം ഗൈസ്. Look at this. Wow, so beautiful. ഇവിടെ നല്ല ഫോൾ കളേഴ്സൊക്കെ വന്ന് തുടങ്ങിയിരിക്കണോ. സോ പ്രിറ്റി. പെട്ടെന്ന് വെതർ മാറിയില്ലേ, പെട്ടെന്ന് വെയിലങ്ങോട്ട് പോയ മാതിരി. കുറച്ച് കൂളായി. ചെറുത് ഇവിടെ ചപ്പു ചവറിൽ കളിക്കാം. ബാ വരൂ. വരില്ല. ഈ ലൊക്കേഷനാണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എവിടെ നിന്ന് നോക്കിയാലും നല്ല ആംഗിൾ കിട്ടണു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സോ പ്രിറ്റി. വാടാ കച്ചറേ. അതവിടെ കച്ചറ കാണിക്കുക. പിന്നെ നേരെ മുമ്പിൽ ഒരു റിഫ്ലക്ഷൻ പൂളാണ് കേട്ടോ. നമ്മുടെ താജ്മഹാളിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ തിളക്കത്തിൽ കാണില്ല ഒരു പൂള്, അത് മാതിരത്തെ ഒരു പൂളാണ്. ലെറ്റ്സ് ഗോ സീ. നീ കച്ചറ വരുന്നില്ല. എടാ തോന്നിവാസി, താൻ തോന്നി വാ. എന്താടാ? place your device here. Charges wires. വയർലെസ് ചാർജർ. അതെ അതെ അതെ. ചിലപ്പോൾ ആ മരങ്ങളുടെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആവും അവർ ഉദ്ദേശിച്ചത്. കാണാണ്ടേ ഏകദേശം. പക്ഷെ ഇതിൽ കുറേ ഇങ്ങനെ ഇലകളൊക്കെ വീണിട്ട് ലുക്സ് ബിറ്റ് മഗി. ചെറുക് അല്ല, അത് എന്താ മേറ്റിംഗ് ടൈമിലൊക്കെ എന്തോ അല്ലേ അത് ചെയ്യുള്ളൂ. ഓ യാ, ചെറുക് പോയിട്ടുണ്ട് കേട്ടോ. മേ ബി അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടെന്തോ ആവാം. ഇവിടെ ഒരു പീക്കോക്ക് എന്നും കണ്ടുണ്ട്. ആവല്ലേ, ഒന്നും ഉപദ്രവിക്കുകയൊന്നും ആവണമെന്നില്ല. നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെറുത് അവിടെ അതിനെക്കാട്ടും വലിയ പീക്കോക്കായിട്ട് ഉരുളാണ് ആ ഇലയിൽ. അനങ്ങിയിട്ടില്ല. ഈ റിഫ്ലക്ഷൻ പൂളൊന്നും അത് കണ്ടേ ഇല്ല. നല്ല രസമില്ലടാ. ഇങ്ങനെയാടാ താജ്മഹാളിൻ്റെ മുമ്പിൽ. നീ കണ്ടിട്ടില്ലല്ലോ. സെൻറ്റഡ് ഗാർഡൻ ഇതാന്ന് തോന്നുന്നു. സെൻറ്റഡ് ഗാർഡൻ കാണാണ്ട് ഫ്ലോറൽ അറോമാസ് എന്നൊക്കെ. പക്ഷെ ഓട്ടമിലായിരുന്നു ഫ്ലോറലൊക്കെ ഉണ്ടാവുമെന്നോ. മേ ബി ദാറ്റ്സ് മോർ ഫോർ ലൈക്ക് സ്പ്രിങ്. പോയി നോക്കാം. നല്ല ഫ്രെയിം, വെരി ബ്യൂട്ടിഫുൾ ഫ്രെയിം. ഒരു സിനിമാ പാട്ടൊക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനും കൂടിയാണത് കേട്ടോ. ലക്കിലി ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് പിന്നെ സാക്ഷി കുറച്ച് നേരം അവിടെ ഹാപ്പി ആയിരിക്കും. നല്ല വെതർ കേട്ടോ.
അരളി വിഷ് ഇവിടെ ദിവസം കാപ്പിക്കട ഡ്രിങ്ക് സം കാപ്പി കുടിച്ചിരിക്കൽ വലുത് ചെറുതുകൾ ആർ പ്ലേയിങ്. ചെറുത് മാത്രമല്ല കേട്ടോ, വലുതും കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. വെരി നൈസ്. ഇത് നോക്കൂ ഗൈസ്, നല്ലൊരു മരം നടുക്കിൽ അങ്ങനെ ഒരു പോണ്ടിൻ്റെ ഇടയിലും കുറേ മരം, മാംഗ്രോവ്സ് ഒക്കെ മാതിരി. ബ്യൂട്ടിഫുൾ സൈറ്റ്. ലോക്കൽ കാക്കകളാണ് ഇവിടുത്തെ റേവൻ. ഇവിടെ കുറേ കാംഗറൂസ് ഉണ്ട് കേട്ടോ, ഇൻ ദ വൈൽഡ്. കേട്ടോ ഈ ഫോണ റിസർവ് എന്ന് പറഞ്ഞതിൻ്റെ അകത്താണ്. നമുക്ക് നേരിട്ടിട്ട് ഇവന്മാരെ കാണാൻ പറ്റുക. നോട്ട് ഫീഡ് ആനിമൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിൽ, നോട്ടീസിൻ്റെ ഉള്ളിൽ. ബട്ട് ഇവിടെ കാംഗറൂസ് ഉണ്ട്. അത് ഇവിടുത്തെ വൈൽഡ് ലൈഫ് ഒക്കെ ആയിരിക്കും. എന്നാ നോട്ട് ടച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി വൈൽഡ് ലൈഫ് ഉണ്ട്. ആ ചിലപ്പോൾ പറക്കാതിരിക്കാനാണോ അത് ചെയ്യൂ? ആ അയാളുടെ അത്ര ഉണ്ട്. ഓ 2 എണ്ണം. എൻ്റെ അമ്മേ, വരണം. എന്താ സൈസ് അതിൻ്റെ അറിയോ? ഉണ്ടാവ് പോണു. ഓ മൈ ഗോഡ്. അപ്പു 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 പിന്നെ കുറച്ച് ഈ പീകോക്സ് ഉണ്ട് കേട്ടോ. ഇതാണ് കുറച്ച് വലിയ കിളി ആയിട്ട്. ടൂറിസ്റ്റ് കുറേ ഉണ്ട് കേട്ടോ അവിടെ ഏരിയയിൽ. സ്പെഷ്യലി ചൈനയിൽ നിന്നൊക്കെ കുറേ ടൂറിസ്റ്റിനെ കണ്ടിരുന്നു. പിന്നെ കുറച്ച് കാംഗറൂസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ആക്ച്വലി കാംഗറൂസിനെ വന്ന് കാണാൻ പറ്റിയ സ്പോട്ട് ഇതല്ല. ഐ തിങ്ക് ഫെദഡേലും അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ച് ശാന്തശോകമായ കുറച്ച് കാംഗറൂസ് ആയിപ്പോയി. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറ്റ്സ് എ നൈസ് വാക്ക്. That was the Cumberland City Council's Auburn Botanical Garden കേട്ടോ. ഒരു ഒന്നുമില്ലാത്ത ദിവസം മാപ്പ് ഇതായിരുന്നു കേട്ടോ. നമ്മൾ കുറേ സ്ഥലമൊന്നും കണ്ടില്ല തോന്നുന്നു. അപ്പോൾ ഇവിടെ നല്ല വാശിയിലാണ്, ഉറങ്ങിയിട്ടില്ല. പിന്നെ നല്ല വാശിയുണ്ട്. ബട്ട് കുട്ടികളൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്ഥിരം പാർക്കിൽ പോണേക്കാട്ടും ഒരു ഡിഫറെൻറ്റ് ഒരു പാർക്ക്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഐ തിങ്ക് ഓട്ടം നല്ല ബ്ലൂമിങ് അല്ല, നല്ല ഫോൾസ് ഒക്കെ ആവുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഇവിടെ ഫോട്ടോഷൂട്ടിനും. ബട്ട് വാസ് നൈസ് ട്രിപ്പ്. നല്ലോണം നടന്ന് കാലറീസൊക്കെ ബേണായി അതിൻ്റെ ക്ഷീണം മാറ്റാൻ നമ്മൾ ബേവിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐസ്ക്രീം പാർലർ വന്നിക്കാം കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് ഷുഗേഴ്സ് ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. നമ്മൾ ആക്ച്വലി ഇവിടെ എപ്പോഴും മീരിയും രാജുവിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കൂടെ പോകുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നി, അങ്ങനെ വന്നതാണ്. ബട്ട് വിവ് കം ടു ബേവിസ്റ്റ. ഇത് ഞാൻ എപ്പോഴോ കാണിച്ചിട്ടുണ്ട്, ഏതോ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഇറ്റ്സ് എ മാസീവ്, ഇറ്റ്സ് എ റിയലി ബിഗ് ഐസ്ക്രീം പാർലർ. ചെറുത് കണ്ടോ, നമുക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ജനിച്ചതാണത്. ഞാൻ സാറിനോട് പറയാം, നീ എൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വയറ്റിൽ എന്തിട്ടിട്ടാ പോകുന്നത്, അടുത്ത ആൾ അതും കൊണ്ടാണ് വന്നേക്കണ. വികൃതി കച്ചറ സ്വഭാവത്തിൻ്റെ എന്തോ മാജിക് പോഷൻ അടിച്ചിട്ടാണ് വന്നേക്കണേ. ഓക്കെ, അവിടെ കിടക്കണു. അവിടെ മുമ്പിലാണെങ്കിൽ ഇവിടെ കുറേ പോലീസുകാരും വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, നോക്കിയേ നിന്നെ പിടിച്ചിട്ട് കൊണ്ടുപോകും, മര്യാദയ്ക്ക് സ്വഭാവം നന്നാക്കിക്കോന്ന്. പുല്ലുവല്ല ചാടി മറിയായിരുന്നു നിലത്ത്. ഞാനൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫോൺ കൊടുത്തതാണ്. അപ്പം അതും പിടിച്ച് അവിടെ പോയി കിടക്കണം. എനിവേസ്, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. റെഡിയായോ? ഈ ബേവിസ്റ്റയുടെ ഒരു എന്താ ഈ ആഡൊക്കെ ചെയ്യണം, മോഡൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സുനിലിനെ വിളിക്കുകയാണ് നല്ലത്. ഇവിടെ ഏറ്റവും അധികം ക്വാണ്ടിറ്റിയിലുള്ള ഐസ്ക്രീം തീർത്തിട്ടുള്ള റെക്കോർഡ് സുനിലാണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സം ഫുഡ്. ഒരച്ഛനും മക്കളും തൊമ്മനും മക്കളും പോവുകയാണ് കേട്ടോ. തൊമ്മനും മക്കളും പോയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഷുഗർ കട്ടിലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ കഴിക്കാൻ തോന്നുന്നു. അത്ര തണുപ്പില്ലാത്തൊരു ദിവസം, നല്ലോണം നടക്കുകയാണ് ചെയ്തപ്പോൾ ടയേർഡായി. അപ്പോൾ വി ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ്, അങ്ങനെ വന്നതാട്ടോ.
പ്ലേസസ് ഇസ് പെർഫെക്റ്റ് ഇഫ് യു ഹാവ് എ ഗുഡ് ആപ്പറ്റൈറ്റ് ആൻഡ് നല്ല കണക്കിന് മധുരം ഇഷ്ടമാണെങ്കിൽ വരാൻ പറ്റിയ പ്ലേസാണ് ഇത് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഡെസേർട്ട്. ഇവിടെ കണ്ടു ഊബറിൻ്റെ ഒക്കെ കുറേ ആൾക്കാർ വന്നിട്ട് പിക്ക് ചെയ്തുകൊണ്ടുണ്ട്. നമ്മളവിടെ ചെറുപ്പുക്കിലേക്കൊന്നും ഇത് എത്തില്ല. നമ്മൾ പണ്ട് താമസിച്ചിരുന്നത് കാളിംഗ്ഫഡ് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇത് വളരെ അടുത്തായിരുന്നു. സോ ഞാനും നമ്മളും മീരിയും അവരൊക്കെ നമ്മൾ ഒരേ സ്ഥലത്തായിരുന്നു, ഒരേ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിച്ചിരുന്ന കാലം. അവിടുന്ന് നമ്മളിങ്ങനെ സ്ഥിരങ്ങളൊക്കെ വന്നിട്ട് കഴിച്ചിരുന്നു ഇവിടെ. ഇറ്റ്സ് ബിൻ എ വൈൽ, ആക്ച്വലി മോർ ദൻ എ ഇയർ ആയിരിക്കണം ഇവിടെ വന്നിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ദൂരമായി. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് വരെ എത്തിയ സ്ഥിതിക്കാണ് ഇപ്പോൾ നിങ്ങളുടെ വന്നത്. അപ്പോൾ ഐ എം ഗെറ്റിംഗ് എ വാഫിൾ വിത്ത് ദുബായ് ചോക്ലേറ്റ്. എൻ്റെ മെനു ഫുൾ മാറിയിരിക്കണം, പഴയ മെനു ഒന്നും അല്ല. വാഫിൾ വിത്ത് ദുബായ് ചോക്ലേറ്റ് ഞാൻ എടുക്കണേ. സാനു ഐ തിങ്ക് ഫോണ്ടോ അങ്ങനെ എന്തോ സുള്ള എന്തോ ഒരു സൂഫ്ലേ പോലത്തെ എന്തോ ഒരു സാധനം തോന്നുന്നു, അതോ സൺഡേ എന്തോ ആണ് തോന്നുന്നു. ആൻഡ് സാഷുമ ഐസ്ക്രീം എടുക്കാൻ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്, സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. ചെറിയൊരു സാധനം വെച്ചിട്ട് വാങ്ങിയതാണ്. ഇത്രയും വലിയൊരു വാഫിൾ വിത്ത് ഐസ്ക്രീം ആൻഡ് ദുബായ് ചോക്ലേറ്റ് ആവും ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഇതാണ് കേട്ടോ, ഭയങ്കര ക്വാണ്ടിറ്റിയാണ് സാധനങ്ങൾക്ക്. ഇതാണ് സാനു പറഞ്ഞ ദുബായ് ചോക്ലേറ്റ് കപ്പ്. Before you sit, can you go look where you get water? Ooh, it's sprinkles and chocolate and marshmallow. Wow, this looks really nice. ഇതാണ് സുമലിൻ്റെ ചമ്മി ഒലിക്കണം, പുറത്തേക്ക് കാരവലൊക്കെ ഒലിക്കണം. എപ്പോഴും ഫുൾ ഓർഡർ ഉണ്ടാവും നല്ലത്. മനസ്സിലതാ നിന്നിട്ട് കഴിപ്പാൻ ഭയങ്കര ഹെവി ആട്ടോ അത്. ഷുഗർ ഹൈ ആയി, ഷുഗർ ഹൈ ഫുള്ള് തീർത്തു. സാധനം കൊണ്ട് തീർക്കാൻ വേണ്ട ടേക്ക് അവേ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ ഒരെണ്ണം തീർത്തു, ഒരെണ്ണം എന്താ ടേക്ക് അവേ എടുത്തിരുന്നു. വെരി ഹെവി കേട്ടോ. ഇമ്പ്രോ അല്ലടാ, കിഡ്ലൻ ഡാൻസാണ്. നമ്മുടെ പത്മഭൂഷൺ പത്മശ്രീ ശോഭന വരുന്നല്ലോ. അപ്പോൾ ഇതാണ് ബേവിസ്റ്റ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇതാണ് റിവർസൈഡ് തിയേറ്റേഴ്സ്, പാരമേട്ട റിവർസൈഡ് തിയേറ്റേഴ്സ്. അവിടെയാണ് ഇവൻറ്റ് നടക്കാൻ പോണത്. സോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ ഫോർ ദ ഷോ. we're all excited. Almost ഹൗസ്ഫുൾ ആയിട്ടോ. ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ടിക്കറ്റ്സ് സോൾഡ്. മോർ ടിക്കറ്റ്സ് ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് അത്രയും ഡിമാൻഡ്. അത്രയും പോപ്പുലർ ആണല്ലോ അവർ, അതിൻ്റെയാണ്. സോ റിവർസൈഡ് വരുമ്പോൾ ഐ എം ഫീലിംഗ് ഗൂസ് ബംസ്. വെരി വെരി ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് ദാറ്റ് ഐ ഗോട്ട് ആസ്ക്ഡ് ടു ഡു ദ ഹോസ്റ്റിംഗ് ഓഫ് ദ ഷോ. സോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ് ആസ് വെൽ. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു സീ നമ്മുടെ സ്വന്തം ശോഭന. പാരമേട്ട റിവറാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ ഈ അതുകൊണ്ടാണ് റിവർ സൈഡിന്ന് എന്താണ് ഷോൻ്റെ ആ സ്ഥലം ഇവിടെ തന്നെ. പോസ്റ്റർ ആ വെബ്സൈറ്റിലൊക്കെ ഉണ്ട് ഇവരുടെ. ഐ ഡോണ്ട് നോ ഇവിടെ പോയാൽ കാണാൻ പറ്റുമോയെന്ന് എന്തെങ്കിലും പോസ്റ്റേഴ്സ്. റിവറാണ് കണ്ടോ സാക്ഷിമ. ട്രാം പോരണ സ്ഥലമാണ് കേട്ടോ അത്. പണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ട്രാമൊന്നും. അപ്പോൾ അതാ അങ്ങനെ ഫുൾ പാരമേട്ടയുടെ ലാൻഡ്സ്കേപ്പ് തന്നെ ഭയങ്കരമായിട്ട് മാറി. പാരമേട്ട നല്ല സ്ഥലമാണത് കേട്ടോ. അവിടെ നോവോട്ടിൽ അവിടെയാണ് ഇത്. നൈസ്. പ്ലെയിൻ കണ്ടോ സാസുമ? ദൂരെ ദൂരെ ഈ റിവർ എന്ത് ഭംഗിയാ. വെരി നൈസ്. നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാണ്. എൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോയിട്ട് നടക്കാട്ടോ റിവർ സൈഡിൽ. ചെറുതിനെ കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളം നിൽക്കണേ. ഈ വയലൻസും ഷുഗർ ഹൈയും ഒക്കെ കൂടെ ഈ ഒരു പാരമേട്ട ഹബിൽ എത്ര റെസ്റ്റോറൻറ്റ്സ് അറിയോ. ഒരു ഫുഡ് ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു സ്ഥലം. ദാറ്റ്സ് ഓൾ ഗൈസ്. കുട്ടികൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടും വണ്ടിയിൽ വിൻഡോ തുറന്ന് കാറ്റടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ സഹിച്ചിരിക്കുക കേട്ടോ. ഒരു ഫൺ ഡേ ആയിരുന്നു. കുട്ടി വ്ളോഗ് ജസ്റ്റ് വിത്ത് ഫാമിലി, ക്വൈറ്റ് സം ടൈം സ്പെൻഡ്, ഗുഡ് ഫുഡ്, ലാഫ്റ്റർ, നൈസ് ഫ്രഷ് എയർ ആൻഡ് എ ലോട്ട് ഓഫ് നേച്ചർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട് എല്ലാവരും പ്ലീസ് മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കീപ് വാച്ചിങ് ഒരു സിഡ്നി മലയാളി. Until we see you in the next video, this is bye from Shruti and bye from Sydney Malayali. Bye guys.